ഫ്രണ്ട്സ്, അപ്പോൾ മിസ്റ്റി ലാൻഡിൽ പോയതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? പറഞ്ഞുതരാം. ഈ തുള്ളിച്ചാടി പോകുമ്പോഴും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് കേട്ടോ. ക്യാമറാമാനെ ഇട്ട് ഞാൻ ഓരോ വട്ടം കളിപ്പിക്കുകയാണ്. കാരണം എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യണം, ഇങ്ങനെ ഷൂട്ട് ചെയ്യണം, എനിക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോ ഒക്കെ വേണമെന്നും പറഞ്ഞിട്ട് ക്യാമറ എടുക്കുന്ന എൻ്റെ സ്വന്തം ആളെ ഞാൻ ഇങ്ങനെ ഒറ്റ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ചെന്നപ്പോഴുണ്ടല്ലോ അടിപൊളി കാലാവസ്ഥ. അമ്മോ പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ കൊടുത്ത ചെറിയൊരു ഫണ്ടിന് ഇത്രയും നല്ലൊരു കണ്ണിന് കൗതുകമുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, എന്തിനൊരു റൊമാൻറ്റിക് മൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 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 അന്തരീക്ഷം ഞാനവിടെ പ്രതീക്ഷിച്ചതേയില്ല. നമ്മൾ മിസ്റ്റി ലാൻഡ് വരുന്നത് മിനി ഊട്ടിയിലാണ്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മിനി ഊട്ടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഗൂഗിളിൽ നോക്കി കുറച്ച് അപ്ഡേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ അമ്മോ ഇത്രയും നല്ലൊരു കാഴ്ചയാണ് അവിടെ കിട്ടുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് പറഞ്ഞേ പറ്റുള്ളൂ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നടത്തി, കുറേ വീഡിയോസ് എടുത്തു. എല്ലാം ഇൻസ്റ്റഗ്രാമിൽ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടാണേ, അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല, കൂടുതൽ ആളുകൾക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയല്ല, നമ്മളൊരു ചെറിയ ഹീറോയിൻ തന്നെയാണ്, അതറിയാൻ പറ്റും. ഇതിനിടയിൽ ഞാൻ തെന്നി വീഴാൻ പോയി കേട്ടോ. അതിനുശേഷമുള്ള എൻ്റെ നടത്തെ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. ഒരുപാട് നല്ലൊരു എന്താ പറയണ്ടേ, എനിക്കറിയില്ല, വാക്കുകളില്ല പറയാനായിട്ട്. ഇത് ശകുന്തളയല്ല, ഞാനാണ് കേട്ടോ ചെരുപ്പിട്ടതാ. എന്നിട്ട് എനിക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. അവിടെ ഇവിടെയൊക്കെ നിന്ന് പലതരം വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തു. അവിടെ നിന്ന് ആ പ്രകൃതിയെ ഞാൻ അങ്ങ് ആസ്വദിച്ചു. കണ്ട് മഴമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഭൂമിയുടെ അത്രയും ഉയരത്തിൽ പോയി അത്രയും നല്ലൊരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ എനിക്ക് ആ ടൈമിൽ കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു പോയി. പിന്നെ എന്നെ കൊണ്ടുപോയ ആളോടും ഞാൻ നന്ദി പറഞ്ഞു. ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. സോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എനിവേ, താങ്ക് യു.